നമ്മുടെ പിള്ളേരുടെ ഇടയിലൊക്കെ വരുന്ന ഒരു വർത്തമാനമാണ് സറഗസി. അതായത് വാടക ഗർഭധാരണം. സെലിബ്രിറ്റീസ് ഒക്കെ അത് ചെയ്യുന്നു, നമ്മുടെ പെമ്പിള്ളേരൊക്കെ അത് ചെയ്യുന്നു. സ്വന്തം അമ്മയിൽ നിന്നും കുഞ്ഞിനെ കിട്ടുന്ന ആ ഒരു മൊമെന്റ് ഒക്കെ അന്യം നിന്ന് പോകുന്ന അവസ്ഥയാണോ ഉണ്ടാവാൻ പോവുക? അല്ലെങ്കിൽ എന്താ പറയാ, അത്രയും അമ്മയുടെ ആ ഒരു നിഷ്കളങ്കമായ ഒരു പ്രഗ്നൻസി പീരീഡ് അതൊക്കെ നഷ്ടപ്പെട്ടു പോവോ? ആ ഒരു റീൽസിന് വേണ്ടി മാത്രമാവോ അമ്മമാരുടെ ഒരു ജീവിതം എന്നൊക്കെ എനിക്ക് തോന്നിപ്പോവാണ്. മോൾക്ക് പ്രസവിക്കാൻ പറ്റത്തില്ല, അപ്പൊ മോക്ക് വേണ്ടി അമ്മ ഒന്നുകൂടെ പ്രഗ്നന്റ് ആവുകയാണ്. അമ്മ പ്രഗ്നന്റ് ആവുന്നത് ഈ മോളുടെയും ഹസ്ബൻഡിന്റെയും കുഞ്ഞിനെയാണ്. അമ്മ ഒന്നുകൂടെ പ്രഗ്നന്റ് ആവുകയാണ്. പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ തോന്നി ഇഷ്ടമുള്ള പോലെ, എനിക്ക് തോന്നിയ പോലെ എന്റെ ശരീരത്തെ ഞാൻ ഉപയോഗിക്കുന്നു, എനിക്ക് തോന്നിയ പോലെ എന്റെ സെക്ഷുവാലിറ്റിനെ ഞാൻ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് തന്നെ സൊസൈറ്റി തകർന്നു. സൊസൈറ്റി തകർന്ന ഫാമിലി തകർന്നു, ഫാമിലി തകർന്ന ലോകവും കറക്റ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ കൂടെ പോകാതെ തകർന്നു. അപ്പൊ ആ പുസ്തകത്തിന്റെ അകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ സൃഷ്ടിക്കാൻ ദൈവത്തിന് വലിയ ബുദ്ധിമുട്ടില്ല, പിതാവായ ദൈവത്തിന്. കടൽ തീരത്തിലെ മണൽത്തരികളെ സൃഷ്ടിക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഒരു കൊച്ചിനെ സൃഷ്ടിക്കണമെങ്കിൽ ഒരപ്പന്റെ അമ്മയുടെയും ഒരു യെസ് വേണം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം 9 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കും, അങ്ങയുടെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് തന്നെ. അതിനുശേഷം ഒരു വചനഭാഗമുണ്ട്, ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. അലീന, ഇന്നാളൊക്കെ ഞാൻ ഈ വചനം ഇങ്ങനെ വായിക്കുമ്പോഴേ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുവാണ്, പണ്ടത്തെ പോലെ ഒന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത്. എവിടെയോ എന്തൊക്കെയോ ഒരു തകരാറ് പോലെ, നമ്മൾ കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും ഒക്കെ ഒരു വ്യത്യാസം. നിനക്ക് അങ്ങനെ തോന്നിയായിരുന്നോ? എനിക്ക് ശരിക്കും അത് തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഓരോ വാർത്തകളും അതുപോലെ യുവജനത്തിന്റെ ഓരോ ചിന്തകളൊക്കെ പലപ്പോഴും നമ്മുടെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പോഴോ അവർ സംസാരിക്കുന്ന ചർച്ചകളൊക്കെ ഏറെ പുതുമ നിറഞ്ഞ് നമുക്കൊട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചിക്ക് എന്താണ്, ഏത് കാര്യത്തോടാണ് ചേച്ചിക്ക് കൂടുതൽ വിഭിന്നമായിട്ട് തോന്നുന്നത്? ഞാൻ എന്നാന്നറിയോ ആലോചിച്ചോണ്ടിരുന്നത്, കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പം നമ്മൾ രണ്ടുപേരും പെമ്പിള്ളേരാണല്ലോ. അപ്പൊ അതില് വളരെ സ്ട്രെയിറ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ, നമ്മുടെ ആ ഒരു മാതൃത്വം എന്ന് പറയുന്ന കൺസെപ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കായിരുന്നു. മൊത്തത്തിൽ അങ്ങ് മാറി മറിയുന്ന പോലെ ഒത്തിരി കാര്യങ്ങളിൽ വ്യത്യാസം. പ്രത്യേകിച്ച് ഇപ്പം എനിക്കിങ്ങനെ തോന്നിയത് എന്താണെന്നറിയോ, ഈ ലോകം തെറ്റാണെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് പറയുവാണ്. അതായത് നമ്മൾ ഇത്രയും കാലം തെറ്റാണെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് പറയുന്നു, ശരിയാണെന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് പറയുന്നു, തഴയപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാ കാര്യം ഇന്നാൾ പേപ്പറിലൊക്കെ ഇങ്ങനെ വായിച്ചപ്പം ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ പിള്ളേരുടെ ഇടയിലൊക്കെ വരുന്ന ഒരു വർത്തമാനമാണ് സറഗസി. അതായത് വാടക ഗർഭധാരണം. സെലിബ്രിറ്റീസ് ഒക്കെ അത് ചെയ്യുന്നു, നമ്മുടെ പെമ്പിള്ളേരൊക്കെ അത് ചെയ്യുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ ഞാൻ ആലോചിക്കുമായിരുന്നേ. അലീന, അത് കേട്ടിട്ടുണ്ടോ? സറഗസി എന്താന്ന് കേട്ടിട്ടുണ്ടോ? എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, പക്ഷെ ഞാൻ കൂടുതൽ സ്റ്റാർസിന്റെ ഇടയിലൊക്കെ, നമ്മുടെ സിനിമാ താരങ്ങളുടെ ഇടയിലും അതുപോലെ ബോഡി ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരൊക്കെ കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. സറഗസി പോലുള്ള വാടക ഗർഭപാത്രം ഉപയോഗിക്കാൻ അവർ കൂടുതലായിട്ട് താല്പര്യപ്പെടുന്നു. അതിൻ്റെതായ പരസ്യങ്ങൾ ഇറക്കുന്നു, കൂടുതൽ ഹോസ്പിറ്റാലിറ്റി മെയിൻറ്റെയിൻസ് അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന, അതിന് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഇന്ന് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് അത്തരം ആൾക്കാർ. അപ്പൊ ഞാൻ വിചാരിക്കുകയായിരുന്നു, ഇനിയിപ്പോ കൂടുതൽ പോവുകയാണെങ്കിൽ സ്വന്തം അമ്മയിൽ നിന്നും കുഞ്ഞിനെ കിട്ടുന്ന ആ ഒരു മൊമെന്റ് ഒക്കെ അന്യം നിന്ന് പോകുന്ന അവസ്ഥയാണോ ഉണ്ടാവാൻ പോവുക? അല്ലെങ്കിൽ എന്താ പറയാ, അത്രയും അമ്മയുടെ ആ ഒരു നിഷ്കളങ്കമായ ഒരു പ്രഗ്നൻസി പീരീഡ് അതൊക്കെ നഷ്ടപ്പെട്ടു പോവോ? ആ ഒരു റീൽസിന് വേണ്ടി മാത്രമാവോ അമ്മമാരുടെ ഒരു ജീവിതം എന്നൊക്കെ എനിക്ക് തോന്നിപ്പോവാണ്. അത് തന്നെയാ, സത്യമാണ്. കാരണം നമ്മുടെ ഒത്തിരി പിള്ളേർക്ക് അറിയത്തില്ല ഇതെന്നാ സറഗസി എന്ന് അറിയത്തില്ല. കുറെ പേർക്ക് ഇത് അറിയാം, കുറെ പേര് വിചാരിക്കുന്നത് നല്ലതാണെന്നൊക്കെ വിചാരിക്കുന്നു. ശരിക്കും ഈ സംഭവം യൂറോപ്പിലാണ് എല്ലായിടത്തും ഉള്ളത്, പക്ഷെ നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇത് വന്നു തുടങ്ങി. അതായത് ഇപ്പം ഇതിന്റെ സയന്റിഫിക് വേ അല്ലെങ്കിൽ മെഡിക്കൽ വേ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അമ്മയ്ക്ക് ഗർഭം ധരിക്കാൻ പറ്റുന്നില്ല ഒരു സാഹചര്യം, ചിലപ്പോൾ യൂട്രസിന് വെയിറ്റ് താങ്ങാൻ പറ്റില്ലായിരിക്കും, അല്ലെങ്കിൽ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഓവറിയിൽ ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് പകരം വേറൊരാള് ഗർഭം ധരിക്കുന്നു. പക്ഷെ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും വേറെ ആൾക്കാരായിരിക്കും. നമ്മൾ IVF-ലൊക്കെ ചെയ്യുന്ന പോലെ സ്പേമും ഓവവും എടുത്ത് വേറെ ഒരു സ്ത്രീയുടെ IVF-ൽ നമ്മൾ ടെസ്റ്റ് ട്യൂബിലാണ് ഇടുന്നത്. ഈ കുഞ്ഞിനെ ഉണ്ടാക്കിയെടുക്കുന്നത്, സൃഷ്ടിക്കുന്നത് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഈ കുഞ്ഞിനെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇവിടെ നേരെ വേറൊരു അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഇടുന്നു. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോ, ദൈവമേ, ശരിക്കും പറഞ്ഞാൽ മാതൃത്വത്തിലൂടെയാണ് സ്ത്രീ രക്ഷിക്കപ്പെടുന്നത് എന്നൊക്കെ നമ്മുടെ വചനത്തിലുണ്ടല്ലോ. എന്നാലും ഇതൊക്കെ മാറി മറിയുവാണ്. ഒരമ്മയുടെ ഇമോഷൻസും ഒരമ്മയുടെ ഫീലിങ്സും ഒക്കെ മാറുവാണ്. ഇത് സറഗസിലേക്ക് പോകണം. ഇപ്പൊ ഇന്നാള് പേപ്പറിലൊക്കെ വായിച്ചു,
മോൾക്ക് പ്രസവിക്കാൻ പറ്റത്തില്ല. അപ്പൊ മോക്ക് വേണ്ടി അമ്മ ഒന്നുകൂടെ പ്രഗ്നന്റ് ആവുകയാണ്. അമ്മ പ്രഗ്നന്റ് ആവുന്നത് ഈ മോളുടെയും ഹസ്ബൻഡിന്റെയും കുഞ്ഞിനെയാണ്. അമ്മ ഒന്നുകൂടെ പ്രഗ്നന്റ് ആവുകയാണ്. പിന്നെ കുറച്ചുകൂടെ ബോഡി ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആൾക്കാർ, പ്രസവം കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തടി വെച്ചാലോ എന്റെ ബോഡിയുടെ ഷേപ്പ് ഒക്കെ മാറിയാലോ എന്ന് വിചാരിച്ച് അവർ വേറെ കുറെ ആൾക്കാരെ ഇത് ഏൽപ്പിക്കുവാണ്. അതിനു വേണ്ടിയിട്ട് ഒത്തിരി പെൺകുട്ടികൾ യൂറോപ്പിലും ഏഷ്യൻ കൺട്രീസിലും ആഫ്രിക്കൻ കൺട്രീസിലും ഒക്കെ ഇത് ആവുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു ഇന്റൻസിറ്റി, ഇതിന്റെ ഒരു ആഴം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആഘാതം നമ്മുടെ പിള്ളേരെയൊക്കെ ഇത് എങ്ങനെയാ ബാധിക്കാൻ പോകുന്നത്? കാരണം ഇപ്പൊ 9ലും 10ലും +1ലും +2ലും പഠിക്കുന്ന പിള്ളേര് നല്ല കാര്യമാണല്ലോ, നമ്മൾ അബോർഷൻ നടത്തുന്നില്ല, കൊച്ചിനെ വേണ്ടാന്നും പറയുന്നില്ല, എനിക്ക് വേണ്ടി വേറൊരാൾ പ്രഗ്നന്റ് ആവുമല്ലേ, അത്രയും മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. പക്ഷേ ഇതിന്റെ പുറകിലൊക്കെ ഉള്ള ഒരു എന്താ പറയുന്നത്, ദൈവത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പൈശാചികത നിറഞ്ഞിരിക്കുന്ന ഒരു കാരണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ പിള്ളേര് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയും, ഇത് തീർച്ചയായിട്ടും കത്തോലിക്ക സഭ നിരോധിക്കുന്ന ഒരു കാര്യമാണ്, കത്തോലിക്ക സഭ വേണ്ടാന്ന് വെക്കുന്ന കാര്യങ്ങളാണെന്നൊക്കെ മനസ്സിലാക്കാനും നമ്മുടെ പിള്ളേർക്ക് പറ്റണം. അപ്പൊ ചേച്ചി, എനിക്കൊരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ, ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ, ഇപ്പൊ സിസ്റ്റ് അല്ലെങ്കിൽ ഓവറിയിൽ പ്രശ്നമുള്ള ഒത്തിരി പേര് നമ്മുടെ ഈ ഒരു ലൈഫിൽ ഉണ്ട്, ഈ ഒരു കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ വീണ്ടും ചോദിക്കാനുള്ളത്, ഇത് ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, അതായത് അവരുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളല്ലേ, അതിലേക്ക് നമ്മൾ കൈകെടുത്തുന്ന പോലെ ആയിരിക്കില്ലേ നമ്മൾ ഇതൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള പറയുമ്പോൾ? ഇതിന്റെ മെഡിക്കലി അല്ലെങ്കിൽ എത്തിക്കലി ഒക്കെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഇതിനെ പെർസ്പെക്റ്റീവിലൂടെ കാണാം. പക്ഷെ എനിക്കിഷ്ടം, അതിലും ഇഷ്ടം ഇതിനെ വചനം എന്നാ പറയുന്നു, ഈശോ ഇതിനെക്കുറിച്ച് എന്നാ പറയുന്നു, കത്തോലിക്ക സഭ ഇതിനെക്കുറിച്ച് എന്നാ പറയുന്നു എന്നുള്ള. സത്യമാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണ്, എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തെ നമ്മൾ മാനിക്കണം. പിള്ളേരുണ്ടാവാത്തത് ഭയങ്കര വിഷമമാണ്, പിള്ളേരുണ്ടാവേണ്ടവർക്ക് ഇത് ഇതാവാം. പക്ഷേ കുഞ്ഞുണ്ടാവേണ്ട ഒരു മാർഗം തമ്പുരാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. ഒരു സ്ത്രീയെയും പുരുഷനെയും വിവാഹം എന്ന കൂദാശയിലൂടെ ഈശോ ഒന്നിപ്പിക്കുന്നു, അവരുടെ സ്നേഹത്തിൽ നിന്നൊരു കുഞ്ഞുണ്ടാവുന്നു. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വഴി, അതാണ് ദൈവം നമുക്ക് തെരഞ്ഞെടുക്കാൻ തന്നിരിക്കുന്ന ഒരു വഴി. അപ്പൊ അത് ആ മാർഗത്തിലൂടെ തന്നെ നമ്മൾ പോണം. വചനം അനുസരിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ അതിന്റെ ഇടയിൽ നമുക്കൊരു വെള്ളം കലർത്തലോ അങ്ങനത്തെ കാര്യമൊന്നുമില്ല. പിന്നെ ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ സത്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്നറിയോ നടക്കുന്നത്. സരഗസിനെ കുറിച്ച് എല്ലാവരും പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യം വേണം, അങ്ങനെ ഇങ്ങനെയാ. പക്ഷെ ഒരു പെൺകുട്ടി ഇപ്പം സറഗേറ്റ് ആവാൻ തീരുമാനിക്കുന്നു, അതായത് അവൾ വാടകയ്ക്ക് ഒരു ഗർഭധാരണത്തിന് അവൾ റെഡി ആവുന്നു, വേറെ ഒരു മെന്നിനും ഒരു വിമണിനും വേണ്ടിയിട്ടാണ്. അപ്പൊ അവൾ പ്രഗ്നന്റ് ആവുന്നു. പ്രഗ്നന്റ് ആവുന്നത് ഈ സ്ത്രീയുടെയും പുരുഷന്റെയും ഓം സ്പേമും എടുത്ത് അവളുടെ യൂട്രസിൽ ഇടുന്നു കേട്ടോ. അവൾ പ്രഗ്നന്റ് ആയ ഒരു 3ാമത്തെ ആഴ്ചയാണ് ഈ പേരൻസ് അറിയുന്നത് ഈ കൊച്ചിന് ജനറ്റിക്കലി എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ പേരൻസ് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ ഇവൾ എന്നാ ചെയ്യും? ഇവളുടെ കൊച്ചല്ല, ഇവൾക്ക് പരിചയമില്ലാത്ത, യാതൊരു പരിചയമില്ലാത്ത 2 മനുഷ്യരില്ല. അപ്പൊ അവര് പറയുന്നു നീ അബോർട്ട് ചെയ്തോ. ഇവളുടെ മനസ്സിൽ പെൺകുട്ടി ഒരു വിക്ടിം ആവുകയാണ്, അവള് വിക്ടിം ആവാണ്. അപ്പൊ അവൾക്ക് അബോർട്ട് ചെയ്യണോ വേണ്ടയോ? അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞല്ലേ, ഇത് എന്ത് ചെയ്യണം? അവൾക്കൊരു പിടുത്തമില്ല. ഇതാണ് ഇതിന്റെ 1ാമത്തെ ഒരു പ്രശ്നം. ഇനി 2ാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അത് എനിക്ക് തോന്നുന്നത് നമ്മളെക്കാളും കൂടുതൽ അമ്മമാർക്കായിരിക്കും മനസ്സിലാവുന്നത്. നമ്മൾ ഈ കുഞ്ഞാവേനെ കൺസീവ് ആവുന്ന സമയം തൊട്ട് ഈ കുഞ്ഞാവ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. പിന്നെ പ്രസവിച്ച് ഇവളെ കയ്യിലെടുക്കുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞാവേനെ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ഒരു സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വരുന്നുണ്ട്. ആ കോണ്ടാക്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരമ്മയ്ക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു കൃപയാണ്. അപ്പന്മാർക്ക് പോലും കൊടുക്കാതെ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ പുറത്തെടുത്ത് കൊടുക്കുന്നതാണ്. അപ്പൊ സരഗസിയുടെ ഒക്കെ പേപ്പർ നമ്മൾ ഒപ്പിടുമ്പോൾ എങ്ങനെയാണെന്നറിയാവോ? കൊച്ചിനെ കാണാനുള്ള അനുവാദം ഇല്ല, കൊച്ചിനെ തൊടാനുള്ള അനുവാദം ഇല്ല. പിന്നെ ഈ കൊച്ചിനെ കുറിച്ച് നമുക്ക് യാതൊന്നും അറിയില്ല. പക്ഷെ 9 മാസം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കൊച്ചാണ്. ഇപ്പൊ ഈവൻ ഫിനാൻഷ്യൽ ക്രൈസിസ് കൊണ്ടോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കൊണ്ടൊക്കെ ആയിരിക്കും ഈ പെൺകുട്ടി ഒരു സർഗേറ്റ് ആവാൻ തീരുമാനിച്ചത്. പക്ഷെ അത് കഴിഞ്ഞ് അവളുടെ അടുത്ത് നീ കുഞ്ഞു പോകുമ്പോൾ അവൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. അവൾക്ക് എന്തെങ്കിലും ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ലീഗലി അവൾ ആരുമല്ല, അവൾ വാടകയ്ക്ക് വന്നൊരു കുട്ടിയാണ്. ദൈവം സൃഷ്ടിച്ച ഒരു സ്ത്രീയുടെ ശരീരം. ഈശോ എപ്പോഴും പറയുന്നില്ലേ, നിന്റെ അമ്മയുടെ അന്തരംഗത്തിലായിരുന്നപ്പോ തൊട്ട് നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, ഞാൻ നിന്നെ നിറ്റ് ചെയ്തു എന്നാ പറയുന്നത്, വൂമ്പിൽ ഞാൻ നിന്നെ നിറ്റ് ചെയ്തു എന്നാ പറയുന്നത്. അങ്ങനെ ദൈവം വളരെ നിർമ്മലമായി സൃഷ്ടിച്ച ഒരു സ്ത്രീ, അവളുടെ ഉള്ളിലേക്ക് അതിലും നിർമ്മലമായി വരുന്ന ഒരു കൊച്ച്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങ് ക്ലംസി ആക്കി കഴിയുമ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? തമ്പുരാന്റെ എല്ലാ ഓർഡറുകളും നമ്മൾ മാറ്റുവാണ്. ദൈവത്തിന്റെ ഓർഡറുകൾ മാറ്റുമ്പോൾ അപ്പൊ നമുക്ക് വേണേൽ ചോദിക്കാം, ദൈവത്തിന്റെ ഓർഡർ മാറ്റിയപ്പോ എന്താ കുഴപ്പം? നമ്മൾ അല്ല, ദൈവത്തിന്റെ ഓർഡർ മാറ്റുമ്പോൾ സൊസൈറ്റിയുടെ ഓർഡർ മാറും. സൊസൈറ്റിയുടെ ഓർഡർ മാറുന്ന സമയത്ത് തന്നെ അവിടെ പൈശാചിക ശക്തികൾ, നമ്മൾ എനിക്കിപ്പോ ഈവൽ സ്പിരിറ്റ് എന്നൊന്നും പറയാൻ മടിക്കണ്ട. ഒരു മാരി എന്ന് പറയുന്ന ഒരു ബിഷപ്പ് ഉണ്ട്, ഓസ്ട്രേലിയയിലാണ്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോസും പോഡ്കാസ്റ്റും ഒത്തിരി ഉണ്ട്. മാരി പറഞ്ഞൊരു കാര്യം ഇതാണ്: എവ്രിതിങ് ഔട്ട്സൈഡ് ജീസസ് ക്രൈസ്റ്റ് ഇസ് ഈവിൾ. ഈശോ അല്ലാത്തതെല്ലാം ഈവിൾ ആണ്. ഈശോ അല്ലാത്തതിലെല്ലാം ലോകത്തിന്റെ അരൂപി അല്ലെങ്കിൽ ഒരു നല്ലതല്ലാത്ത ഒരു അരൂപിയുണ്ട്, സാത്താനിക അരൂപിയുണ്ട്. അപ്പൊ ഇതൊന്നും തമ്പുരാൻ പറഞ്ഞേക്കുന്ന ഓർഡർ അല്ല. അപ്പൊ ഈ ഓർഡർ അല്ലാത്ത ഒരു രീതിയിൽ ഒരു സമൂഹം വരുമ്പം, അല്ലെങ്കിൽ ഒരു പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഇഷ്ടമുള്ള പോലെ, എനിക്ക് തോന്നിയ പോലെ എന്റെ ശരീരത്തെ ഞാൻ ഉപയോഗിക്കുന്നു,
എനിക്ക് തോന്നിയ പോലെ എന്റെ സെക്ഷുവാലിറ്റിനെ ഞാൻ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് തന്നെ സൊസൈറ്റി തകർന്ന ഫാമിലി തകർന്ന ലോകവും കറക്റ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ കൂടെ പോകാതെ തകർന്നു. അതുകൊണ്ട് സരഗസീനെ നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യം എന്നോ അല്ലെങ്കിൽ ഒരു അമ്മയുടെ വേദന എന്നോ നമുക്കറിയത്തില്ല. മക്കളില്ലാത്ത അമ്മമാരുടെ വേദനകൾ നമുക്കറിയില്ല. പക്ഷെ ആ വേദന മറയ്ക്കാൻ ഒരു തിന്മയല്ല ചെയ്യേണ്ടത്. ആ വേദന മറയ്ക്കാൻ ഒരു തിന്മയല്ല. അതിന് പകരമായിട്ട് തമ്പുരാൻ നമുക്ക് എന്ത് വഴിയാണോ കാണിച്ചു തരുന്നത് അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. കുരിശെടുത്ത് വരാനല്ലേ പറഞ്ഞേക്കുന്നത്. വിഷമം ഉണ്ടാവും, ഈ കാര്യങ്ങളൊന്നും നമുക്ക് നാച്ചുറൽ ആയിട്ട് നടക്കാത്തപ്പോൾ വിഷമം ഉണ്ടാവും. പക്ഷെ അവിടെ ദൈവം എന്നാ പറയുന്നു, ഈശോ എന്നാ പറയുന്നു, വചനം എന്നാ പറയുന്നു എന്ന് അനുസരിക്കുകയായിരിക്കും നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം. ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നേ. കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാൻ ഭയങ്കര പ്രഷറാണ്, പക്ഷെ എനിക്ക് അതിനൊന്നും താല്പര്യമില്ല. എനിക്കിപ്പോ ഒരു സിംഗിൾ ലൈഫാണ്, ആൾക്ക് ജോലിയുണ്ട്, അപ്പൊ അവൾക്ക് ഇനി അവളുടെ സ്വന്തം കാര്യം മാത്രം നോക്കി പോയാൽ മതി. അതായത് പാരന്റ്സ് ഒക്കെ ഭയങ്കര കഷ്ടപ്പെട്ടാണ് അവരുടെ ആ ഒരു ദാമ്പത്യ ജീവിതത്തിൽ മുന്നോട്ട് പോയിരുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെയൊന്നും സഹിക്കാൻ പറ്റില്ല. സോ യൂഷ്വലായിട്ട് എന്റെ കാര്യങ്ങൾ നോക്കി എനിക്ക് ജീവിച്ചാൽ മതി. വിവാഹം എന്നൊരു ആവശ്യം ആ കുട്ടി ഇതുവരെ പ്രകടിപ്പിക്കുന്നില്ല. കല്യാണാലോചനയൊക്കെ ആകെ വെറുത്ത് അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ. അപ്പോ ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സിന്റെ ഒരു മൂഡ് അനുസരിച്ച് സ്വന്തമായിട്ട് ജീവിച്ചാൽ മതി, സെൽഫായിട്ട് കാര്യങ്ങൾ നോക്കുക, മാരേജ് ലൈഫിലോട്ട് ഒന്നും പോവാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ശരിക്കും അത് ശരിയായ കാര്യമാണോ? അതൊരു വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന കാര്യമാണോ? അതോ ഇവരിനി മാരേജ് ലൈഫിലോട്ട് പോകുന്നതാണോ ശരി? ഒന്നാമത്തെ കാര്യം, നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. പക്ഷെ ഈ ഒരു പ്രശ്നത്തെ ഇപ്പം എല്ലാവരും വിളിക്കുന്ന ഒരു പേരാണ് ഗ്യാമോഫോബിയ. അത് പെൺകുട്ടികളുടെ ഇടയിൽ കല്യാണം കഴിക്കാൻ ഉള്ള ഒരു മടി. അത് കേരളത്തിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. കൊറിയയിലുണ്ട്, ചൈനയിലുണ്ട്, ജപ്പാനിലുണ്ട്, യൂറോപ്പിലോട്ടൊക്കെ പോയാലും ഉണ്ട്. അപ്പൊ ഇതും നമുക്ക് വചനത്തിന്റെ പെർസ്പെക്റ്റീവിൽ കാണാം അല്ലെ. എന്താണ് തമ്പുരാൻ എന്തിനാണ് ഈ കല്യാണം സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനെയും ഒരുമിച്ച് സൃഷ്ടിച്ചതെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഈ കല്യാണം വേണ്ടാന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഉണ്ടല്ലോ, കല്യാണം കഴിയുമ്പോഴും വലിയ പ്രശ്നം ഉണ്ടാവില്ല രണ്ടുപേരും തമ്മിൽ. പിന്നെ പിള്ളേര് വന്നു കഴിയുമ്പോൾ എന്നാ കാണിക്കും, കരിയറിൽ ഒരു ബ്രേക്ക് വരുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫിറ്റ്നസിന് ഒരു പ്രശ്നം വരുമോ, നീ പിള്ളേരെ മുഴുവൻ വളർത്തിയെടുക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം. അപ്പൊ അതൊക്കെ, പക്ഷെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. ഇങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോവാണ് പെൺകുട്ടികള്. അപ്പൊ ഈ കല്യാണത്തിന്റെ എയിം എന്നാ, എന്തിനാണ് ഈശോ ഈ കല്യാണം സൃഷ്ടിച്ചത്? സ്ത്രീയും പുരുഷനുമായിട്ട് രണ്ടുപേരെ ദൈവം സൃഷ്ടിച്ചത് അവരാ സ്നേഹത്തിൽ ഒന്നിച്ചായിരിക്കാനും അതിൽ നിന്ന് വീണ്ടും ഓഫ് സ്പ്രിങ്സ് ഉണ്ടാവാനും വേണ്ടിയിട്ട് തന്നെയാണ്. ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചാണ്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽ തീരത്തിലെ മണൽത്തരികൾ പോലെയും നിങ്ങളെ ഞാൻ വർദ്ധിപ്പിക്കും എന്നാണ് പിതാവായ ദൈവം എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അത് സന്തോഷം വരുമ്പോഴെല്ലാം പിതാവായ ദൈവം അങ്ങനെയാ ബ്ലെസ് ചെയ്യുന്നത്. വേറെ നിനക്ക് പൈസ തരും, നിനക്ക് സ്ഥലം തരും, അങ്ങനെയൊന്നും അല്ല. അപ്പൊ അബ്രഹാത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും എല്ലാം ഇതാ പറഞ്ഞേ. അപ്പൊ ആ പുസ്തകത്തിന്റെ അകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ സൃഷ്ടിക്കാൻ ദൈവത്തിന് വലിയ ബുദ്ധിമുട്ടില്ല, പിതാവായ ദൈവത്തിന്. കടൽ തീരത്തിലെ മണൽത്തരികളെ സൃഷ്ടിക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഒരു കൊച്ചിനെ സൃഷ്ടിക്കണമെങ്കിൽ ഒരു അപ്പന്റെയും അമ്മയുടെയും ഒരു യെസ് വേണം. ആ യെസ്സിനായിട്ട് ഇങ്ങനെ തമ്പുരാൻ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. അപ്പം കത്തോലിക്ക സഭയുടെ പഠനം അനുസരിച്ചും വചനം അനുസരിച്ചും ഒക്കെ എങ്ങനെയാണ് ഒരു പുരുഷനെ സ്ത്രീയെ വിവാഹത്തിലൂടെ ഒന്നിപ്പിക്കുന്നതിന്റെ ഒന്നാമത്തെ കാര്യം, അവർ തമ്മിൽ ഒരു വലിയ യൂണിറ്റി ഉണ്ടാവാനാണ്, അവർ തമ്മിൽ പരസ്പര സ്നേഹം ഉണ്ടാവാനാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒത്തിരി സന്താനങ്ങളും ഉണ്ടാവാനാണ്. മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, ദൈവഭക്തിയുള്ള മക്കളെ അല്ലാതെ വേറെ എന്താണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പിതാവായ ദൈവം ഇങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്, എന്താ ഞാൻ നിങ്ങൾ, വേറെ എന്താ എനിക്ക്? അപ്പം ദൈവഭക്തിയുള്ള മക്കളെ മാത്രമേ തമ്പുരാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ എല്ലാം നമുക്ക് അതിനൊരു തടസ്സമാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് കറക്റ്റ് സമയത്ത് ജോലി കിട്ടുന്നില്ല. ഇനിയിപ്പോ ജോലി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ എഴുതി ഒപ്പിടുന്ന ബോണ്ടിലെല്ലാം 1 കൊല്ലത്തേക്ക് പിള്ളേരുണ്ടാകത്തില്ല, 2 കൊല്ലത്തേക്ക് പിള്ളേരുണ്ടാകത്തില്ല. നമ്മൾ അതിന് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പൊ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യും? ഇത് നമ്മുടെ ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, നമ്മുടെ പേരൻസിന്റെ ഒന്നും ലൈഫിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തില്ല. വഴക്കും പ്രശ്നങ്ങളും ബഹളങ്ങളും. അപ്പൊ പെൺപിള്ളേർ എന്നാ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇന്നാള് ഒരു സ്ഥലത്ത് വായിച്ചാണ്, വാഴ്ത്തപ്പെട്ട ആൻ കാതറിനോട് ഈശോ പറയുവാണ്, വിവാഹം എന്ന് പറയുന്നത് സത്യത്തിലെ സഹനം തന്നെയാണ്. ഭയങ്കര സന്തോഷമുണ്ട്, എവിടെയാണെന്നറിയാം, ഇൻസ്റ്റഗ്രാമില് റീൽസിലുണ്ട് ഭയങ്കര അടിച്ചുപൊളി, സിനിമയിലും ഉണ്ട് അടിച്ചുപൊളി. പക്ഷെ അങ്ങനെയല്ല, വിവാഹം എന്ന് റിയൽ ലൈഫിൽ സത്യത്തിൽ അതൊരു സഹനമാണ്. പക്ഷെ ആ സഹനത്തിനുള്ള സകല ഗ്രേസും വിവാഹം എന്ന കൂദാശയിലൂടെയും പിന്നീട് നമുക്ക് പിള്ളേരുണ്ടാകുമ്പോഴും തമ്പുരാൻ നമുക്ക് തന്നോണ്ടേ ഇരിക്കുവാണ്. അപ്പൊ ഇത് ബുദ്ധിമുട്ടാണെന്ന് ഓർത്ത് ഇതിലേക്ക് കടക്കാതിരിക്കുകയല്ല നമ്മൾ വേണ്ടത്. ഈശോയോട് കൂടെ വളരെ സന്തോഷത്തോടെ ഈ ഒരു പ്രോസസ്സിലേക്ക് പോവാന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഒരു പ്രശ്നമാണ്, ഈ പിള്ളേരെയൊക്കെ എങ്ങനെ വളർത്തും? സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ്, സ്കൂളിലൊക്കെ ഭയങ്കര അഡ്മിഷൻ ഫീസാണ്. ഇതെങ്ങനെ പോവും? നമ്മുടെ പേരൻസിന്റെ ജനറേഷനിൽ പിള്ളേർ കുറവാണ്. പക്ഷെ നമ്മുടെ വല്യപ്പന്മാരുടെയും വല്യമ്മമാരുടെയും കാര്യം എടുക്കുമ്പോൾ ഒരു വീട്ടിൽ 7-8 കൊച്ചുണ്ടാവുന്നത് വളരെ സാധാരണ കാര്യമാണ്. പിന്നാളിങ്ങനെ ഞങ്ങളിങ്ങനെ ഇരുന്ന് ഓർത്തു, അന്ന് കറണ്ട് ഇല്ല, അന്ന് വണ്ടിയില്ല, മര്യാദയ്ക്കുള്ള ആശുപത്രികൾ പോലും ഇല്ല.
പക്ഷെ ആ പിള്ളേരെല്ലാം ഉണ്ടായി നല്ല അടിപൊളിയായി സൂപ്പറായിട്ട് ആ പിള്ളേര് വളർന്നു. അവരെല്ലാം അമേരിക്കയിലും പോയി. ഇന്നത്തെ അമേരിക്കയിലൊക്കെ ഉള്ള പേരൻസ് എല്ലാം അന്നത്തെ കാലത്ത് ഉണ്ടായതാ. അപ്പൊ യാതൊരു വിവര സാങ്കേതിക വിദ്യയും ടെക്നോളജി ഇല്ലാതിരുന്ന കാലത്ത് ഈ പിള്ളേരൊക്കെ പുഷ്പം പോലെ വളർന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാലത്ത് ഈ പിള്ളേരൊക്കെ നന്നായിട്ടുണ്ടായി. ഇനി ഇപ്പോഴത്തെ കാലത്തും അങ്ങനെയുള്ള നമ്മുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്ന ഒത്തിരി പ്രോ ലൈഫ് ഹസ്ബൻഡുമാരും വൈഫുമാരും ഉണ്ട്. 9 മക്കളുള്ള ഫാമിലീനെ എനിക്കറിയാം. മൂത്ത കൊച്ചു തൊട്ട് 9 മക്കൾ വരെയുള്ള അവരും മുന്നോട്ട് പോകുന്നുണ്ട്, നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ നമ്മള് തമ്പുരാനോട് ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കാം. ഈശോയെ കല്യാണം കഴിക്കാം, പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഈശോയെ പ്രസവിക്കാം, പക്ഷെ നല്ല അമ്മയാവാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ പിള്ളേരെ എങ്ങനെ വളർത്തുന്ന എനിക്ക് അറിയത്തില്ല. അപ്പൊ അതിനൊക്കെ ഒറ്റ ഉള്ള ഒരു ചോദ്യമാണ്, നിനക്ക് എന്റെ കൃപ മതി, എന്തെന്നാൽ നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് എന്നുള്ളത്. ഇത് പക്ഷെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് എതിരൊന്നും അല്ല കേട്ടോ. ബൈബിൾ എല്ലാവരും പറയും എന്നാ പിന്നെ ഭാര്യമാര് പ്രസവിക്കാൻ മാത്രം, ജോലിക്കൊന്നും പോകണ്ട, പഠിക്കൊന്നും വേണ്ട. അങ്ങനെ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളും ഏറ്റവും നല്ല പൊസിഷനിൽ ഇരിക്കുന്ന സ്ത്രീകളും എല്ലാം ആരാണ്? നല്ല കത്തോലിക്ക സ്ത്രീകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അങ്ങനെ അവരൊക്കെ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ, ഒത്തിരി അമ്മമാരുള്ള സ്ത്രീകളൊക്കെ ഒരു പ്രസിഡന്റ് ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി ആവുമ്പോൾ അതിനൊക്കെ വ്യത്യാസങ്ങൾ വരികയാണ്. അതിനൊക്കെ നമുക്ക് അതിന്റെ ആ സ്ത്രീയുടെ ശാലീനത, ഒരു മനോഹാരിത, തമ്പുരാന്റെ ഒരു കരവിരുതൊക്കെ അതിൽ കാണാം. അപ്പൊ നമ്മളിത് ഇങ്ങനെ ആലോചിച്ചാൽ മതി, വളരെ സിമ്പിൾ ആയിട്ട്. ഇതൊക്കെ പാടാ, കല്യാണം കഴിക്കാൻ പാടാ, കൊച്ചുങ്ങൾ ഉണ്ടാവുന്നത് പാടാ, അവരെ വളർത്താൻ പാടാ. പക്ഷെ ആ കാര്യങ്ങളെല്ലാം സിമ്പിൾ ആക്കാൻ ഒരു ഈശോ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ആ ഈശോയും കൂട്ടി അങ്ങ് മുന്നോട്ട് പോയാൽ മതി. പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നുന്നത് സിമ്പിൾ അങ്ങനെ അല്ല, മനുഷ്യർ ജീവിക്കുന്നുണ്ടല്ലോ, പിള്ളേരുള്ളവര് വളരുന്നുണ്ടല്ലോ. അതുപോലെ ഈ അടുത്ത് ഒരു കോട്ട് വായിച്ചത്, ഒരു സ്ത്രീ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അൾത്താരയിലുള്ള ദിവ്യകാരുണ്യ ഈശോയിൽ നിന്ന് അവള് കുറച്ചങ്ങ് മാറും നമ്മുടെ പ്രാരാബ്ദം. അപ്പൊ അവൾ ചെയ്യുന്ന ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിലെല്ലാം അവൾ ആരെ കാണണം? ഈശോയെ കാണണം. പിന്നെ അവളുടെ ആരാധന, അതിലൂടെ എല്ലാം അവൾക്ക് ഈശോയെ ആരാധിക്കാൻ പറ്റണം. അപ്പൊ ഈ പ്രതിസന്ധികളെല്ലാം എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഈ കോട്ടയം ഞാൻ ചാടിക്കിടക്കും. സങ്കീർത്തനം 18:27 പറയുന്നുണ്ട്. അപ്പൊ നമുക്കിത് ഈസി ആയിട്ട് അങ്ങ് ചാടിക്കിടക്കാവുന്നതേ ഉള്ളെന്നാണ് തോന്നുന്നത്. ചേച്ചി പറഞ്ഞ പോലെ ദൈവത്തിന്റെ കൃപയാൽ ഇപ്പൊ പൂർവ്വപിതാക്കന്മാരൊക്കെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അവരുടെ ആ ഒരു ദാമ്പത്യ ജീവിതവും ഇത്രയും മക്കളെയൊക്കെ വെച്ച് നല്ല ഒരു ലൈഫ് കൊണ്ടുപോയിട്ടുണ്ട്, ഒരു ഫാമിലി ലൈഫ്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ ഒരു യൂത്തിന്റെ ഇടയിൽ, പ്രത്യേകിച്ച് ഈ ഒരു ജെൻസി, ഈ ഒരു ന്യൂ ജനറേഷന്റെ കാലത്ത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബേർഡൻ, അത് തലയിൽ എടുത്തു വെക്കുന്ന ഒരു വലിയ ഭാരമായിട്ട് അവർ കാണും. അപ്പോ ഇതൊക്കെ ഒരു പ്രാക്ടിക്കൽ അല്ല എന്ന് വാദിക്കുന്ന മക്കളും നമ്മുടെ ഈ ഇടയിലുണ്ട്, ഈ ജെൻസികളുടെ ഇടയിലുണ്ട്. അപ്പോ ചേച്ചി ഇത്തരം എക്സാമ്പിൾസ് ഒക്കെ ഇന്നും നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ അവർക്ക് പ്രാക്ടിക്കലായി ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതായത് ഇന്നത്തെ ഒരു ജെൻസികളുടെ കാലത്ത് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊന്നും നടക്കില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് ഇതൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല, മക്കളൊന്നും ഇത്ര രീതിയിൽ വളർത്താൻ ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അതിനെന്താ എക്സാമ്പിൾസ് നമ്മുടെ ഈ ഒരു കാലത്ത് കൊടുക്കാനില്ല തലമുറയ്ക്ക്? ഇതിന്റെ നമ്മൾ എപ്പോഴും ഈ ഒരു കാര്യത്തിന്റെ നെഗറ്റീവ് സൈഡിൽ നിന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അതായത് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ സംഭവിക്കുമല്ലോ, ഇതിന്റെ ഡീമെറിറ്റ്സ് ആണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും ഇതിന്റെ പ്ലസ് പോയിന്റ്സ് നമ്മൾ കാണാതെ പോകുന്നുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, ഒത്തിരി പിള്ളേരുള്ള ഒരു വീട്ടില്, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് കുറെ മക്കളുണ്ടാവുന്നു, ഒത്തിരി പിള്ളേരുള്ള ഒരു വീട്ടിലെ അന്തരീക്ഷം തന്നെ വേറെ വ്യത്യാസമായിരിക്കും. അപ്പൊ നമ്മുടെയൊക്കെ കാര്യം എടുത്ത്, ആരോഗ്യത്തിന്റെ കാര്യം എടുത്താൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആരോഗ്യമാണ് ഒരു വലിയ ഹിൻഡറൻസ് ആയിട്ട് എല്ലാവരും പറയുന്നത് പിള്ളേരെ പ്രസവിക്കുന്നതിലെ. പക്ഷെ കൂടുതൽ മക്കളുണ്ടാകുന്ന സ്ത്രീകൾ, അതായത് 4-ലധികം പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് മെഡിക്കൽ സയൻസ് തന്നെ കാണിച്ചിട്ടുണ്ട് അവർക്ക് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ യൂട്രസിലെ സിസ്റ്റുകൾ, ഒവേറിയൻ ക്യാൻസറുകൾ, ഇങ്ങനത്തെ ശാരീരിക പ്രശ്നങ്ങൾക്കുള്ള സാധ്യത അമ്മമാരിൽ വളരെ കുറവാണ്, ഒത്തിരി മക്കളുള്ള അമ്മമാരില്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു മാനസികമായിട്ടുള്ള തലമെടുത്ത 1-2 കുഞ്ഞാവേ ഉള്ള പോലെയല്ല, 6-7-8 പിള്ളേരൊക്കെ ഉള്ള ഒരു വീട്ടില് അവിടെ ഡിപ്രഷന് ഒരു സാധ്യതയില്ല, വെറുതെ ഇരിക്കാനുള്ള ഒരു അവസരമില്ല, മടി പിടിച്ചിരിക്കാനുള്ള അവസരമില്ല, എപ്പോഴും എൻഗേജ്ഡ് ആണ്, എപ്പോഴും പിള്ളേർ ആക്റ്റീവ് ആണ്. അവിടെ പിള്ളേർക്ക് കൂട്ടുകാരില്ല എന്നുള്ളൊരു പ്രശ്നമില്ല. വീട്ടിൽ ചെന്നാൽ മുഴുവൻ ആൾക്കാർ, പുറത്തേക്ക് പോയാൽ ഇവർ തന്നെ. പിന്നെ ഈ പിള്ളേരൊന്ന് വലുതായി കഴിയുമ്പോൾ ആലോചിക്കുക, ഒരാൾ ഡോക്ടർ, ഒരാൾ എഞ്ചിനീയർ, ഒരാൾ ടീച്ചർ, ഒരാൾ പുറത്തായിരിക്കും, ഒരാൾ അകത്തായിരിക്കും, ഒരു അച്ഛൻ ഉണ്ടാവും, ഒരു സിസ്റ്റർ ഉണ്ടാവും. ഫിനാൻഷ്യലി ആണെങ്കിലും പൊളിറ്റിക്കലി ആണെങ്കിലും സോഷ്യലി ആണെങ്കിലും എക്കണോമിക്കലി ആണെങ്കിലും ഒക്കെ ഈ പിള്ളേരങ്ങ് വലുതായി കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഫാമിലി ആയിട്ട് നമുക്ക് ഫ്രൂട്ട് കിട്ടും. അപ്പോഴും കുറെ പേര് ക്വസ്റ്റ്യൻ ചെയ്യും. ഇപ്പൊ പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ പറയും, ഒത്തിരി പിള്ളേരുള്ളത് നല്ലതെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ രാജ്യത്ത് ജനസംഖ്യ കൂടുതലാണ്, ഇനി നിങ്ങളൊക്കെ കൂടി ജനസംഖ്യ ഇനി കൂട്ട്, അത് നമുക്കുള്ളൊരു ഭയങ്കര തെറ്റിദ്ധാരണയാണ് അത്. അതായത് പോപ്പുലേഷൻ ക്രൈസിസ് ഭയങ്കര ഒരു പ്രശ്നമാണെന്നുള്ളത്. പോപ്പുലേഷൻ എന്നുള്ള വാക്കും എപ്പോഴും നമ്മൾ ഈ ക്രൈസിസിന്റെ കൂടെയാണ് കൂട്ടിച്ചേർക്കുന്നത്. ജനസംഖ്യ പെരുകുന്നു, രാജ്യത്തെ റിസോഴ്സസ് കുറയുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച്, ഒരു 2020, 2025 ഒക്കെ ഈ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള രാജ്യം ഇന്ത്യയാണ്. 140 കോടി. നമ്മൾ ചൈനേനെ വെട്ടിച്ചു.
ഇനി ബാക്കിയുള്ള ലോകരാഷ്ട്രങ്ങളെല്ലാം നേരിടുന്ന ഒരു വലിയ പ്രശ്നം അവർക്ക് പോപ്പുലേഷൻ ഇല്ല. ജപ്പാന്റെ ഒക്കെ കാര്യം നമ്മൾ യൂട്യൂബിലോ ഗൂഗിളിലോ അടിച്ച് ജപ്പാൻ ഇസ് ഏജിംഗ് പറയുള്ളൂ. ജപ്പാന് പ്രായമായിക്കൊണ്ടിരിക്കുക. കാരണം എന്താ, ജപ്പാനിൽ പ്രായമായവരേ ഉള്ളൂ, ജപ്പാനിൽ കുഞ്ഞുപിള്ളേർ ഉണ്ടാവുന്നില്ല. കൊറിയയിലും ഇതേ പ്രശ്നം, പെൺകുട്ടികൾക്ക് പിള്ളേരുണ്ടാവുന്നില്ല, കാരണം അവർ കല്യാണം കഴിക്കുന്നില്ല, പെൺകുട്ടികൾക്ക് പിള്ളേരുണ്ടാവുന്നില്ല. ചൈനയിലും ഇതേ പ്രശ്നം, റഷ്യയിലും ഇതേ പ്രശ്നം, യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഇതേ പ്രശ്നം. അപ്പൊ കുറയ്ക്കുക പോപ്പുലേഷൻ കുറച്ചോളൂ എന്നും പറഞ്ഞ് എല്ലാവരും കൂടി അങ്ങ് കുറച്ചു. അപ്പൊ ഇതിന്റെ പ്രതിസന്ധികൾ എന്താ ഉണ്ടാവുന്നതെന്ന് അറിയാവോ? ഇപ്പം ഇന്ത്യക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിലയുണ്ട് ഇന്റർനാഷണലി, പൊളിറ്റിക്കൽ പവർ ആണ് ഇന്ത്യ, ഭയങ്കര ഒരു വിലയുണ്ട്. റഷ്യ യുക്രൈൻ വാർ നടന്നപ്പം UN എല്ലാവർക്കും അറിയേണ്ടത് ഇന്ത്യ ആർക്കാ വോട്ട് ചെയ്യുന്നതെന്നുള്ള. ഇസ്രായേൽ ഹമാസ് വാർ നടന്നപ്പം എല്ലാവർക്കും അറിയേണ്ടത് ഇന്ത്യ ആർക്കാ വോട്ട് ചെയ്യുന്നതെന്നുള്ള. കാരണം ഇന്ത്യ വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 140 കോടി ജനങ്ങളുടെ അഭിപ്രായമാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും നോക്കുന്നത് ഈ 140. അപ്പം നമ്മുടെ പവർ ഇരിക്കുന്നത്, നമുക്ക് മൈനുകളില്ല, നമുക്ക് ഒത്തിരി റിസോഴ്സസ് എന്താ ഉള്ള, ജോഗ്രഫിക്കൽ റിസോഴ്സസ് ഇല്ല, എക്കണോമിക് റിസോഴ്സസ് ഇല്ല. നമുക്കുള്ള റിസോഴ്സസ് എന്താ? നമുക്കുള്ള റിസോഴ്സസ് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് നഴ്സുമാരെ പുറപ്പെടുവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ, പ്രത്യേകിച്ച് മലയാളി നഴ്സുമാരാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിമൻ എഞ്ചിനീയേഴ്സ് ഉള്ള രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ വിമൻ പൈലറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. അതുപോലെ അമേരിക്കയിലെ സിലിക്കൺ വാലിയിലെ ഹബ്ബിലൊക്കെ, എഞ്ചിനീയറിംഗ് ഹബ്ബിലൊക്കെ നമ്മൾ ഇന്ത്യൻസ് ആണ്. അതുകൊണ്ട് നമുക്കൊരു ഭയങ്കര വിലയുണ്ട്. എന്താ കാരണം? നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരാണ്. ഇനി യൂറോപ്യൻ നാടുകളിൽ ജനസംഖ്യ കുറയുമ്പോൾ നമ്മളാണ് അങ്ങോട്ട് കയറിച്ചത്, നമ്മുടെ പിള്ളേരെല്ലാം യൂണിവേഴ്സിറ്റികളിലെല്ലാം പോവാണ്. അപ്പൊ നമ്മൾ അങ്ങനെ, അപ്പൊ അതിന്റെ കാരണം നമുക്ക് ഈ പോപ്പുലേഷൻ ഉള്ളത് കൊണ്ടാണ്. ഈ പോപ്പുലേഷൻ പോളിസി കൊണ്ടുവന്ന ഒരു രാജ്യം ചൈനയാണ്. അവിടെ ഒരു സിംഗിൾ ചൈൽഡ് നോം ഉണ്ടായിരുന്നു. അതായത് ഇനി ഈ രാജ്യത്ത് ഒരു കുഞ്ഞുവാവേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളത്. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അവർ കൊണ്ടുവന്ന, ഇന്ന് അവർ അതിന്റെ പരിണിതഫലം അനുഭവിക്കുന്നുണ്ട്. കാരണം ഒരു കുഞ്ഞേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് ഗവൺമെന്റ് പറഞ്ഞു. കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് ആരാ തീരുമാനിക്കുന്നത്? ഉണ്ടായി കഴിയുമ്പോഴല്ലേ അറിയുള്ളൂ. ആൺകുഞ്ഞിനെ പെൺകുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ചൈനയിൽ ആൺപിള്ളേരുണ്ട് ഇഷ്ടം പോലെ, പെൺപിള്ളേരില്ല. അപ്പൊ പല പ്രൊവിൻസസിലും, ഉയ്ഗൂർ പ്രൊവിൻസ് എന്നൊക്കെ പറയുന്ന ഒത്തിരി പ്രൊവിൻസസിൽ അവരുടെ ഒരു പ്രശ്നം, ഒരു പെൺകുട്ടിയെ, സിംഗിൾ ഗേൾ ഇസ് കമ്പൽഡ് ടു മാരി മോർ ദാൻ 3 or 4 men. കാരണം അവർക്ക് ഫാമിലി ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പം ഒരൊറ്റ പെൺകുട്ടി 3 or 4 ആൾക്കാരെ കല്യാണം കഴിച്ച ഒരു ഫാമിലി. അപ്പം അത്രത്തോളം അധപതനത്തിലേക്ക് പോയി. എന്ത് പ്രശ്നം? ഈ പോപ്പുലേഷൻ ക്രൈസിസിന്റെ പ്രശ്നം. പുടിൻ ഇന്നാൾ പറയുന്നുണ്ടായിരുന്നു 8 മക്കളുള്ള ഫാമിലിക്ക് എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവാണ് ഗവൺമെന്റ്. കാരണം പിള്ളേരുണ്ടാവുന്നില്ല, പിള്ളേരുണ്ടാവട്ടെ, നമുക്ക് ആൾക്കാരില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് രാജ്യവും നമ്മുടെ ലോകവും എല്ലാം. ഇനി വേറൊരു സെറ്റിംഗ്സ് ചെയ്യുന്നത് എടുക്കുവാണെങ്കിൽ, നമ്മൾ 140 കോടി ജനങ്ങളുണ്ടല്ലോ, ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മളാ. കാരണം ചൈന ഫേസ്ബുക്ക് ഒക്കെ ബാൻ ചെയ്തേക്കുക. ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പറയാൻ, ഇനി നമുക്ക് ഇൻസ്റ്റഗ്രാം വേണ്ട, ഫേസ്ബുക്ക് വേണ്ട, വാട്സപ്പും വേണ്ട, അതിന് ബദൽ സംവിധാനം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ഈ കമ്പനികളെല്ലാം പൂട്ടിപ്പോകും. കാരണം ഇവർ നിലനിൽക്കുന്നത് ഇന്ത്യയും കൊണ്ടാണ്. അതുപോലെ 1960-കളിലൊക്കെ ചൈനയായിട്ട് നമ്മളൊരു യുദ്ധം നടത്തി. ആ യുദ്ധം നടത്തി നമ്മൾ തോറ്റു. ചൈനയായിട്ട് ഒരു യുദ്ധം നടക്കുമ്പോൾ എപ്പോഴും ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം അവർ ഒത്തിരി പട്ടാളക്കാരെ റീപ്ലേസ് ചെയ്യും, മരിക്കാൻ വിട്ടുകൊടുക്കും. നമുക്കത് പറ്റില്ല. നമ്മൾ പക്ഷെ തോറ്റു. നമ്മുടെ കുറച്ച് സ്ഥലമൊക്കെ പോയി ചൈനയ്ക്ക്. പക്ഷെ പിന്നെ ഇതുവരെ ചൈന നമ്മളോടൊരു യുദ്ധത്തിന് വന്നിട്ടില്ല. അതിന്റെ കാരണം ചൈനയുടെ സാധനങ്ങളുടെ ഏറ്റവും വലിയ മാർക്കറ്റ് ആരാ? നമ്മളാണ്. അപ്പൊ ഇന്റർനാഷണലിയും ഗ്ലോബലിയും നാഷണലിയും നമ്മുടെ ഫാമിലി വൈസ് ഒക്കെ ആണെങ്കിലും ഈ പോപ്പുലേഷൻ ഒരു പ്രശ്നമല്ല. അതൊരു പാരലൽ ആയിട്ടുള്ള ഒരു, അതായത് ലോകത്തിന്റെ സാധാരണ ഓർഡറിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു പാരലൽ ഓർഡർ കൊണ്ടുവന്ന ഒരു മിഥ്യാധാരണയാണ് ആൾക്കാരുടെ എണ്ണം കുറയ്ക്കണം എന്ന്. അവരുടെ ഒരു എയിം എന്താ? ദൈവത്തിന്റെ ഒരേ ഒരു ആഗ്രഹം ആൾക്കാർ വർദ്ധിച്ചു പെരുകണം എന്നുള്ളപ്പം അതിന്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി വന്ന ഒരു മിഥ്യാധാരണ മാത്രമായിരുന്നു ഇത്. അതിന്റെ ചൂടേ പിടിച്ചു പോയ രാജ്യങ്ങളെല്ലാം ഈ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെ ഇന്റർനാഷണലി ഒക്കെ നമ്മൾ കാണുമ്പോൾ, ഫിസിക്കലി, മെന്റലി, ഇന്റർനാഷണലി, സൈക്കോളജിക്കലി ഒക്കെ കാണുമ്പോൾ പിള്ളേരുള്ളത് പ്രശ്നമല്ല, പിള്ളേരില്ലെങ്കിലാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇന്ത്യയിലും ആ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയിട്ട്. കാരണം ഒത്തിരി നമ്മൾ ഒരു കാലത്തൊക്കെ പിള്ളേർ വേണ്ടാന്ന് വെച്ചതിന്റെ ആയിരിക്കാം ഇപ്പൊ പിള്ളേർ ഉണ്ടാവുന്നില്ല. അതിനു വേണ്ടിയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളാണ്. അതാണിപ്പോ മുക്കിന് IVF ക്ലിനിക്കുകൾ നമ്മൾ കാണുന്നത്. കാരണം അത്രയധികം വന്ധ്യത നമ്മുടെ നാട്ടിലൊക്കെ പെരുകിയിട്ടുണ്ട്. ചേച്ചി ഇങ്ങനെ പറയാനൊക്കെ എളുപ്പാ, പക്ഷെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഗേൾസ് ആണ് പ്രസവിക്കുന്നേ, 10 മാസം അല്ലെങ്കിൽ 9 മാസം അവർ ഗർഭപാത്രത്തില് ഒരു കുഞ്ഞിനെ താങ്ങി അങ്ങനെ അവർ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശാരീരികമായ അവസ്ഥകൾ, മാനസികമായ പ്രശ്നങ്ങൾ, ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നത് ഒരു വുമൺ എന്ന വ്യക്തിയാണ്. അപ്പോ അതിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടീസ് വരുന്നത് ഈ ഫേസ് ചെയ്യുന്നത് വുമൺ ആണ്. സോ ഈ ഒരു ഇമ്പാക്ട് വുമണിനെ ഫേസ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലും പ്രസവിക്കാനുള്ള ഒരു താല്പര്യക്കുറവൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനോടുള്ള താല്പര്യക്കുറവ് കാരണമാണ് പലരും, അല്ലെങ്കിൽ എന്റെ ബോഡീനെ അത് ബാധിക്കും, അല്ലെങ്കിൽ എന്റെ മെന്റലി അവരത് ഡിപ്രഷനിലോട്ട് പോവോ, അല്ലെങ്കിൽ കരിയർ വൈസ് ആണെങ്കിലും എനിക്ക് ഇപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ അകപ്പെട്ടു പോവോ, എനിക്കൊന്നും ചെയ്യാൻ കൂടുതലായിട്ട് കരിയർ ഗ്രോത്ത് ഉണ്ടാവോ എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും ഇത്രയും സ്ത്രീകൾ ചിലപ്പോൾ ഇതിനോടൊന്നും താല്പര്യം കാണിക്കാത്തത്.
അപ്പോ ശരിക്കും ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് അവർക്ക് ഇത് മാറില്ലേ? അങ്ങനത്തെ ഒരു ചിന്തയാണല്ലോ ഇപ്പം എല്ലാവർക്കും വരുന്നത്. അതിന് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്, നമ്മുടെ അവസ്ഥകൾ അങ്ങനെയാണ്. നമ്മളാണെങ്കിൽ വളരെയധികം എക്സ്പോഷർ കിട്ടിയാണ് പെൺകുട്ടികളെല്ലാം വളരുന്നത്. പക്ഷെ ഈ അമ്മയാവുക എന്നുള്ളത് നമുക്ക് ഒന്നിനും ഒരു തടസ്സമല്ല. കാരണം നമ്മൾ ഇന്നാള് കണ്ടിട്ടുണ്ട് കുഞ്ഞാവേനെ വെച്ച് ഫോട്ടോ എടുക്കുന്ന ആൾക്കാര്, ഫോട്ടോഗ്രാഫേഴ്സ്, കുഞ്ഞാവേനെയും കൊണ്ട് പാർലമെന്റിൽ വരുന്ന പ്രധാനമന്ത്രിമാരെ നമ്മൾ കാണുന്നതാണ്. എല്ലാ ഓഫീസസിലേക്കും അതൊക്കെ നമുക്ക് കാണിച്ചു തരാണ്. ഇതൊന്നും നമ്മുടെ കരിയറിന് ഒരു തടസ്സമല്ല, നമുക്ക് കാണിച്ചു തരാണ്. പിന്നെ ഇതിന്റെ വേറൊരു ആസ്പെക്റ്റിൽ നിന്ന് നമ്മൾ ആലോചിക്കേണ്ടതേ, നമ്മളെ തമ്പുരാൻ സ്ത്രീയായിട്ട് സൃഷ്ടിച്ചപ്പം അല്ലെങ്കിൽ പുരുഷനെ പുരുഷനായിട്ട് സൃഷ്ടിച്ചപ്പം അതിന്റെ എല്ലാ കപ്പാസിറ്റിയോടും കൂടിയാണ് നമുക്ക് തന്നത്. എപ്പോഴും പറയൂല്ലോ നമ്മൾ മൾട്ടി ടാസ്കേഴ്സ് ആണെന്ന് പറയൂല്ലോ, അത് സത്യം തന്നെയാ. അപ്പോഴും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, സ്ത്രീയെ ചൂഷണം ചെയ്യുമല്ലേ മൾട്ടി ടാസ്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് അതിന്റെ ഒരു സ്വതസിദ്ധമായ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ശാലീനത, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു മാതൃത്വത്തിനുള്ള കഴിവ്, കാര്യങ്ങളെല്ലാം വളരെ സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ്. ഒരു വീട്ടിലെ അമ്മ ഒരേ സമയം ഒരു കുക്കാണ്, ഒരു അക്കൗണ്ടന്റ് ആണ്, ഒരു ട്യൂഷൻ ടീച്ചറാണ്, അതുപോലെ ഹസ്ബൻഡിന് നല്ലൊരു സ്പൗസ് ആണ്, മക്കൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പൊ ഇത് അമ്മമാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന സ്വതസിദ്ധമായ കഴിവിനേക്കാൾ നമുക്ക് കൂടുതൽ പറയാൻ കൃപയാണെന്ന്. അപ്പൊ ആ കൃപയില് ദൈവം നമ്മളെ വളർത്തിക്കൊള്ളും. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ബാരിയർ ആയിട്ടോ അല്ലെങ്കിൽ മക്കളുണ്ടാവാനുള്ള ഒരു ഹിൻഡറൻസ് ആയിട്ടോ അത് മാറില്ല. പിന്നെ ഇതിന് നമുക്ക് കുറച്ചുകൂടെ നല്ലത് ഈ ഒത്തിരി പിള്ളേരുള്ളവരോട് നമുക്ക് ചോദിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയുണ്ട് ചേച്ചി, 9 പിള്ളേരെ വളർത്താൻ ബുദ്ധിമുട്ടുണ്ടോ, 10 പിള്ളേരെ വളർത്താൻ ബുദ്ധിമുട്ടുണ്ടോ. ഞാൻ എങ്ങനെ ചോദിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം പറഞ്ഞത് എല്ലാവരും അങ്ങ് ഒരുമിച്ച് വളർന്നു പോവാണ്. പിന്നെ ഒന്നാമത്തെ കൊച്ചിനെ ഇവർക്ക് മര്യാദയ്ക്ക് വളർത്തേണ്ട കാര്യമുള്ളൂ. കാരണം രണ്ടാമത്തെ കുഞ്ഞാവേനെ തൊട്ട് മൂത്തവര് വളർത്തി വലുതാക്കാണ്. അത് ആ ഒരു സിസ്റ്റത്തിൽ അവരെ നോക്കുന്നത്. രണ്ടാമത്തെ ആള് മൂന്നാമത്തെ ആളെ നോക്കുന്നു, പിന്നെ അങ്ങനെ നോക്കി പോകുന്നു. ഇവർ ഒന്നാമത്തെ ആളെ നന്നായിട്ട് വളർത്താൻ ശ്രദ്ധിക്കും. കാരണം എന്നാ, ഈ ഒന്നാമത്തെ ആളെ നോക്കിയാണ് ബാക്കി 9 പേരും 10 പേരും ആയി പോകുന്നത്. അപ്പം ഇങ്ങനത്തെ അമ്മമാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതൊരു ബേർഡൻ അല്ല, ബുദ്ധിമുട്ടില്ലാന്നില്ല. കാര്യങ്ങൾ കുറച്ചുകൂടെ ടൈറ്റ് ആണ്. 4, 5, 6 ചപ്പാത്തി ഉണ്ടാക്കേണ്ടടുത്ത് 10, 15, 20 ചപ്പാത്തി ഉണ്ടാക്കേണ്ടി വരുന്നു. പക്ഷെ അതിനുള്ളൊരു കൃപ ദൈവം തരുന്നു. അതിനനുസരിച്ച് അവർ മെന്റലി ഫിസിക്കലി അവർ വളരെ ഹാപ്പി ആവുന്നു. പിന്നെ ഇതിന്റെ വേറൊരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആസ്പെക്ട് ആണ്, ഇപ്പൊ നമ്മൾ അങ്ങ് നിർത്തിയില്ലെങ്കിൽ ഇത് പിള്ളേരുണ്ടായി പോവോ, ഇതെന്താ. പക്ഷെ ഓരോരുത്തർക്കും തമ്പുരാൻ കറക്റ്റ് ആയിട്ട് ഇത്ര മക്കളെ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കൊച്ചിനെ തരുന്നതും 9ാമത്തെ കൊച്ചിനെ തരുന്നതും ദൈവം തന്നെയാണ്. ഒന്നാമത്തെ കൊച്ചിനെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം, നാട്ടുകാർക്ക് സന്തോഷം, വീട്ടുകാർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. 6ാമത്തെ 7ാമത്തെ കൊച്ചാകുമ്പോൾ അത്ര സന്തോഷം വീട്ടുകാർക്കും നാട്ടുകാർക്കും ഇല്ല. പക്ഷെ ഈ കൊച്ചുണ്ടാവണേലും ആര് വിചാരിക്കണം? ദൈവം തന്നെ വിചാരിക്കണം. അത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ 1ഉം 9ഉം 10ഉം ഒക്കെ നമുക്ക് തരുന്നത് ആര് തന്നെയാണ്? ദൈവം തന്നെയാണ്. ആ മക്കളെ വളർത്താനുള്ള കപ്പാസിറ്റിയും ദൈവം നമുക്ക് തരും. പിന്നെ ഇതിന്റെ വേറൊരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും, നമ്മുടെ ജനറേഷനിൽ ആമ്പിള്ളേര് വളരെ ഓപ്പൺ ആണ്, വളരെ ഓപ്പൺ ആണ്. ജീവനോട് അവർ ഓപ്പൺ ആണ്, ഫാദർഹുഡിനോട് അവർ ഓപ്പൺ ആണ്, ഹസ്ബൻഡ് ആവാൻ അവർ റെഡിയാണ്. ഇപ്പൊ ഒരു ബാംഗ്ലൂർ പോലെയുള്ള സിറ്റികളിൽ ഹൗസ് ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഹൗസ് വൈഫിന് പകരം ഹൗസ് ഹസ്ബൻഡ്. ഭാര്യ ജോലിക്ക് പോകണോ, പൊക്കോ, ഞാൻ വീട്ടിൽ പിള്ളേരെ നോക്കിക്കോളാം, കുക്കിംഗ് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത് അത് വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ ആമ്പിള്ളേരാണെങ്കിലും ബാക്കിയുള്ള പുരുഷന്മാരൊക്കെ ആണെങ്കിലും പിള്ളേരോട് അവർക്കൊരു തുറവിയുണ്ട്. ഭാര്യമാരെ സഹായിക്കാൻ അവർ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ എന്റെ പരിചയമുള്ള കരിയർ ബാരിയർ സ്ത്രീകൾക്ക് വരുന്നില്ല. വേണമെങ്കിൽ ഹസ്ബൻഡ്സ് പറയുന്നുണ്ട്, നീ ജോലിക്ക് പോക്കോ, ഞാൻ രാജിവെച്ച് ഞാൻ വീട്ടിലിരുന്നോളാം എന്ന് പറയുന്ന ഹസ്ബൻഡ്സ് ഉണ്ട്. എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല കേട്ടോ, എല്ലാവരും. അപ്പം ഇന്നാളും എന്റെ ഒരു കസിൻ ചേച്ചി പറയുന്നു, ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയ ആള് ചട്നി ഉണ്ടാക്കും, ഞാൻ തിങ്കളാഴ്ച ഞാൻ കൊച്ചിനെ റെഡിയാക്കിയ ആള് ചൊവ്വാഴ്ച കൊച്ചിനെ റെഡി ആയിക്കോളാം. അപ്പൊ അത് ഈക്വലി ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. അതിന് അങ്ങനെ ഒരു ചിന്താഗതി വരുന്നുണ്ട് കേട്ടോ. അതില്ലാന്ന് നമ്മൾ പറയരുത്. ഇപ്പോഴത്തെ യുവാക്കളുടെ ഇടയിൽ അത് വരുന്നുണ്ട്. പുരുഷന്മാർ വളരെ പോസിറ്റീവ് ആയിട്ട് അത് സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ഒന്നിനും ഒരു ഹിൻഡറൻസ് അല്ല. ഇതങ്ങ് തമ്പുരാന്റെ ഒരു ഗ്രേസ് കൊണ്ട് അതങ്ങ് നടന്നു പോകും. പിന്നെ ഫിസിക്കലി മെന്റലി ഒക്കെ നമ്മൾ നന്നാവും, നമ്മുടെ പൊട്ടൻഷ്യലി നന്നാവും. എനിക്ക് പരിചയമുള്ള ഒരാൾ പറയാ, 2 മക്കളാണ്, ആളിപ്പോ ഹൈസ്കൂൾ ടീച്ചറാണ്. അപ്പൊ ആള് പറയാ, എനിക്ക് സെറ്റ് ഉണ്ട്, ഹയർ സെക്കൻഡറിയിലേക്ക് ഉണ്ട്, പ്രൊമോഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ എന്നോട് ഈശോ പറഞ്ഞ കുറച്ചുകൂടെ പിള്ളേരുണ്ടായിരുന്നെങ്കിൽ പ്രൊമോഷൻ തന്നേനെ, കുറച്ചുകൂടെ പിള്ളേർക്ക് അനുസരിച്ചുള്ള വരുമാനം വേണമല്ലോ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ തമാശയായിട്ടും കോമഡി ആയിട്ടും ഒക്കെ എടുക്കാം. പക്ഷെ ഓരോ കുഞ്ഞുവാവ വരുന്നതിനനുസരിച്ച് അത് ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ആ കൊച്ചിനെ നന്നായിട്ട് വളർത്തണം എന്നുള്ളത്. അപ്പൊ അതിനൊക്കെയുള്ള ഗ്രേസ് ദൈവം തരും. ഫിനാൻഷ്യലി തരും, മെറ്റീരിയലി തരും, ഫിസിക്കലി ഇമോഷണലി ഒക്കെ നമുക്ക് തരും. നൈറ്റ് ഇട്ടുകൊണ്ട് റീൽസ് ചെയ്യത്തില്ലല്ലോ. എല്ലാവരും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് ഏറ്റവും നല്ല സാധനങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും നല്ല ഫാമിലി ലൈഫ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ട് സിനിമയെ കാണുന്നത് നമ്മൾ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് ആക്ട് ചെയ്യാൻ പറ്റുന്ന, പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്ന സമയമാണ്. അപ്പം അയ്യോ അങ്ങനെ പറഞ്ഞ് അവന് വിഷമാവോ, ഇങ്ങനെ പറഞ്ഞ് ഇവക്ക് വിഷമാവോ, ഇപ്പൊ കുട്ടിക്ക് ഹോമോസെക്ഷൽ ആയിട്ട് വളരാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ വളർന്നോട്ടെ. കാരണം കൊച്ചിന് വിഷമാവണ്ട, കൊച്ചിന് മാനസികമായിട്ട് അങ്ങനെ, ഈ കുട്ടിക്ക് ഇപ്പൊ സറഗസിയാണ് അങ്ങനെ ചെയ്തോട്ടെ, അവള് വിഷമിക്കണ്ട. ഇപ്പൊ നമ്മൾ ഈ വർത്തമാനം പറയുന്നത് കേൾക്കുമ്പോൾ സാധാരണയായിട്ടും ഒബ്വിയസ്ലി ആയിട്ടും നോർമൽ ആയിട്ടും ആൾക്കാർ ചിന്തിക്കും ഇവർക്ക് വട്ടുണ്ട് ചെറുതായിട്ട്, പിന്നെ ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും നോർമൽ അല്ല, ഇവർ അബ്നോർമൽ ആണ്, ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും പ്രാക്ടിക്കൽ അല്ല. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പോ
ഭാര്യയും ഭർത്താവും അവര് വെൽ സെറ്റിൽഡായി, രണ്ടുപേർക്കും നല്ല ജോലിയുണ്ട്, അവർ ഭയങ്കര വെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നൊരു ഫാമിലിയാണ്. അപ്പോൾ നല്ല മക്കള്, സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയുള്ള ഒരു ഫാമിലിയിലോട്ട് അവർ ചിന്തിക്കുകയാണ്, എന്തിനാണ് ഇവിടെ ഒരു ദൈവഭക്തിയുടെ ആവശ്യം, എന്തിനാണ് ഒരു ഫെയ്ത്ത്ഫുൾ ലൈഫിന്റെ ആവശ്യം,